ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നല്ല വീർത്തതും ക്രിസ്പി ആയിട്ടുള്ള പൂരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നാണ്. ഇതിനായിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂരി നല്ല ക്രിസ്പിയും പഫി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ചിലർ റവ ചേർത്ത് കൊടുക്കാറുണ്ട്, ഞാൻ റവ ചേർക്കാറില്ല. നിങ്ങൾക്ക് ഓയിൽ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്താൽ മതിയാവും. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ഇത് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ എണ്ണ തിളയ്ക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിന് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചൊന്ന് ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടർ യൂസ് ചെയ്താൽ മതിയാവും. ചെറു ചൂടുവെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ വെള്ളമൊക്കെ പാകത്തിനായിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടും മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ല. വെള്ളം കൂടി കഴിഞ്ഞാൽ കയ്യിലെല്ലാം മാവ് ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് ഇതൊരു 5-6 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വൃത്തിയുള്ള ടേബിൾ ടോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ പൂരിക്ക് നല്ല മയം ഉണ്ടായി വരുന്നത്. ഇപ്പോൾ ഇത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ഏകദേശം 20 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല വൃത്തിയുള്ളൊരു ടേബിൾ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ നമുക്ക് ഒരേ വലിപ്പത്തിൽ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത്. ഇനി നമ്മുടെ പൂരിയുടെ വലിപ്പത്തിനനുസരിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ കട്ട് ചെയ്ത് നന്നായിട്ടൊരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. ഇപ്പം നമ്മളിവിടെ ഇതെല്ലാം നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് വെക്കാം. തമ്മിലൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എണ്ണ തേച്ചത്. അതിനുശേഷം നമുക്ക് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരേ കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇതിൻ്റെ കനം കൂടിയും കുറഞ്ഞു വരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പൂരി ശരിയായി വരത്തില്ല. നമ്മൾ എണ്ണയിലിട്ട് കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഇത് വീർത്ത് വരത്തില്ല. ഇപ്പോൾ ഇത് ഒട്ടുന്ന പോലെ തോന്നുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് പരത്തിയെടുക്കണം. പൂരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് വട്ടത്തിൽ പരത്തിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ അങ്ങ് പരത്തിയിട്ട് അതിൽ ഒരു കറക്റ്റ് വട്ടം വെക്കുന്നൊരു പാത്രം വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വട്ടത്തിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താലും മതിയാവും. അപ്പോൾ നമുക്കിവിടെ ഇത് നന്നായിട്ട് എല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൂരിയെല്ലാം ഇവിടെ നല്ല വൃത്തിയായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഒരു നല്ല കുഴിവുള്ളൊരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. പൂരി നന്നായിട്ട് മുങ്ങിക്കിടന്ന് ചുട്ടെടുക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒന്ന് ചൂടായാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൂരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു തവി വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ചൂടെണ്ണ ചെറുതായിട്ടൊന്ന് കോരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് വീർത്ത് വരും. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പൂരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഈ പൂരി കണ്ടവാന എണ്ണ കുടിച്ചു പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൂരിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അടുത്തത് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. നമ്മൾ ഒരുപോലെ പരത്തിയെടുത്തുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് വെച്ച് തുള വീണ് പോകും. അപ്പോൾ പിന്നെ ഇത് പൊങ്ങി വരത്തില്ല. അപ്പോൾ ഇതുപോലെ എണ്ണ മുകളിലേക്ക് നമുക്ക് കോരി ഒഴിച്ചുകൊണ്ടിരിക്കാം. മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അതായിട്ടുണ്ട്. നമുക്കത് ഇനി എടുത്ത് മാറ്റാം. അതിനകത്ത് നമുക്ക് എല്ലാ പൂരികളും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം.
അപ്പം നമ്മുടെ പൂരിയെല്ലാം ഇവിടെ പാകത്തിന് ചുട്ടെടുത്തിരിക്കുകയാണ്. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.